ഈദ് വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ആദ്യം തന്നെ ഈദ് മുബാറക്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ബലിപെരുന്നാളിന്റെ വിശേഷങ്ങൾ? وجوه يومئذ ناعمة لسعيها راضية ചന്ദ്രശേഖർ في നായർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹ് جنة ആരംഭിച്ചിട്ടുണ്ട്. لا പാളയം ഇമാമായിട്ടുള്ള ഡോക്ടർ വി സുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹ് ആരംഭിച്ചിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള വിശ്വാസികൾ ഈദ്ഗാഹിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. പാളയം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നത്. എല്ലായ്പ്പോഴും വലിയ ഒരു തിരക്ക് അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസികൾ എല്ലായ്പ്പോഴും ഇവിടെ ഈദ്ഗാഹിന് പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട്. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഓർമ്മ പുതുക്കിയാണ് ഈ ബലിപെരുന്നാൾ വിശ്വാസികൾ ആഘോഷമാക്കുന്നത്. സ്നേഹവും ഐക്യവും പങ്കുവെച്ചുകൊണ്ട് ഈ ബലിപെരുന്നാൾ എല്ലാവരും ആഘോഷമാക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എത്തുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്വീകരണങ്ങളൊക്കെ ഒരുക്കി തയ്യാറായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലായിടത്തും ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലായിട്ട് ഈദ്ഗാഹ് ഇന്ന് നടക്കുന്നുണ്ട്. അത് ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടകം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു സമാപന ദിവസം കൂടിയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. ഈദ്ഗാഹ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടുകളിലേക്ക് പോവുകയും പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് വീടുകളിൽ മറ്റ് ഇന്നത്തെ വിശേഷപ്പെട്ട ഭക്ഷണം ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് മറ്റു ചിലർ. അതൊക്കെ കഴിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസം കൂടിയാണെന്ന്. എന്തായാലും ഈ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട അവധിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ അവസാനിപ്പിച്ച് സ്നേഹത്തിന്റെയും സമാപനത്തിന്റെയും ഒരു പെരുന്നാൾ ആഘോഷിക്കുകയാണെന്ന്. നിരവധിയായിട്ടുള്ള പേരാണ് ഇവിടെ ഇപ്പോൾ ഈദ്ഗാഹിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. കൃത്യം 7:30 മണിക്ക് തന്നെ ഈദ്ഗാഹ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകുന്നത് പാളയം ഇമാമാണ്. ഡോക്ടർ വി പി സുഹൈബ് മൗലവിയാണ് പാളയം ഇമാമ്. എന്തായാലും ഇപ്പോൾ ഈദ്ഗാഹ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ വീടുകളിലെല്ലാം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടാവണം. ഈ ഒരു സമയത്തോടുകൂടി വീടുകളിലെല്ലാം ഈ ഒരു ഭക്ഷണം പാചകം ചെയ്യാനും എല്ലാവരും പരസ്പരം കുടുംബങ്ങളുമായി ഒത്ത് ചേരാനും എല്ലാമുള്ള ഒരുക്കങ്ങളെല്ലാം ഈ ഒരു എല്ലാ വീടുകളിലും ഒരുങ്ങിയിട്ടുണ്ടാവും. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും കുടുംബങ്ങളെല്ലാം തന്നെ ഈദ്ഗാഹ് ആഘോഷമാക്കുന്നതിന് വേണ്ടിയിട്ട് ബലിപെരുന്നാൾ ആഘോഷമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരു തിരക്കൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഈദ്ഗാഹിനൊക്കെ ശേഷമാണ് തങ്ങളുടെ വീടുകളിൽ പോയി മറ്റ് ആഘോഷങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പൊക്കെ നേരത്തെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും എല്ലാവരും ഈദ്ഗാഹിനൊക്കെ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടാവുക. അതിനുശേഷം വീടുകളിൽ ഇന്നിപ്പോൾ ഈദ്ഗാഹിന് പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കി അതൊക്കെ കഴിച്ച് തങ്ങളുടെ വീടുകളിലൊക്കെ പോയി സ്നേഹമൊക്കെ പങ്കിട്ട് ഓർമ്മയൊക്കെ പുതുക്കി അത് ആഘോഷമാക്കാൻ തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങളുടെ തുടക്കമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന്റെ ഏറ്റവും ആദ്യം ഈദ്ഗാഹ് പ്രാർത്ഥനകൾ നടത്തി നിസ്കാരം നടത്തി അതിനുശേഷമാണ് മറ്റ് ആഘോഷ പരിപാടികളിലൊക്കെ കടക്കുന്നത്. എന്തായാലും ഈ വിശ്വാസികൾ എല്ലാവരും അവരുടെ പെരുന്നാൾ ആഘോഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീടുകളിലൊക്കെ പോയി പിന്നീട് ബന്ധുവീടുകളിലൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അവരെയൊക്കെ കാണേണ്ടതായിട്ടുണ്ട്. അവരോടൊക്കെ സ്നേഹം പങ്കുവയ്ക്കണം. അവരോടൊപ്പം ചിലപ്പോ മറ്റ് യാത്രകളൊക്കെ പ്ലാൻ ചെയ്തവരും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ആകെ പെരുന്നാൾ ആഘോഷ നിറവിലാണ് നാട് എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അടക്കം എല്ലാ പെരുന്നാൾ ആശംസകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ ഒരു ആശംസകളെല്ലാം പുറത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റു ആരെങ്കിലും ഈ ഒരു ആശംസകളുമായി ഈ പ്രതിപക്ഷ നേതാവോ അങ്ങനെ ഏതെങ്കിലും നേതാക്കളോ ഏതെങ്കിലും മന്ത്രിമാരുടെ അടക്കം എന്തെങ്കിലും പ്രതികരണങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം തന്നെ ബക്രീദ് ആശംസ നേർന്നുകൊണ്ടുള്ള കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാ മുന്നണി നേതാക്കളും ആശംസകൾ നേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്
ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കിക്കൊണ്ടാണ് നാം ബക്രീദ് ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവർക്കും ബക്രീദ് ദിന ആശംസകൾ നേർന്നിട്ടുണ്ടായിരുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ആണ് ബക്രീദ് ആശംസകൾ നേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബക്രീദ് പോലെയുള്ള ദിവസങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് സഹജീവി സ്നേഹത്തെ കൂടിയാണ്. അതിന്റെ ഉദാത്തമായിട്ടുള്ള മാതൃകകളാണ് ഓരോ ബക്രീദ് ദിനാഘോഷവും എന്നുള്ളത് കൂടിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ അത് നമ്മൾ ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ആഘോഷങ്ങൾ കൊണ്ടാടുമ്പോൾ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ ഈ ഒരു കൈത്താങ് നൽകുക അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുക എന്നതൊക്കെയാണ് ഓർമ്മയിൽ വരുന്നത് എന്നുള്ളതാണ്. ചില പല സ്ഥലങ്ങളിലും അതപ്പോൾ നമ്മൾ ലോകത്തേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശത്രുതയും അതുപോലെ തന്നെ യുദ്ധവും ഒക്കെ നടക്കുന്ന സമയം കൂടിയാണ്. അത്തരത്തിലുള്ള സമയത്താണ് ഈ ബക്രീദ് പോലെയുള്ള ആഘോഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഏറുന്നത് എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ ആഘോഷങ്ങൾക്കും പുറകിൽ ഒരു സ്നേഹത്തിന്റെ അംശമുണ്ട് എന്നുള്ളതാണ്. സ്നേഹത്തിന്റെയും പരിഗണനയുടെയും കരുതലിന്റെയും ഒക്കെ ആഘോഷങ്ങളാണ് ഈ ബക്രീദ് ഒക്കെയുള്ളത്.